ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സാർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ പൊതുമരാമത്ത്, ഭക്ഷ്യം, വിനോദസഞ്ചാരം എന്നീ വകുപ്പുകൾക്കുള്ള ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, മെട്രോ, വാട്ടർ മെട്രോ, ഉൾനാടൻ ജലഗതാഗതം എന്നിവയുടെ സംയോജിത ശൃംഖലയുള്ള ഒരു മൾട്ടി മോഡൽ ഗതാഗത സംവിധാനമാണ് കേരളത്തിനുള്ളത്. അതിൽ റോഡ് ശൃംഖലയ്ക്ക് അതിപ്രധാനമായ സ്ഥാനമാണ് സാർ ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് പരിപാലിക്കുന്ന റോഡുകൾ, റെയിൽവേ, ജലസേചന വകുപ്പുകൾ, KSEB, വനം, ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്ന റോഡുകൾക്ക് പുറമെ ഏതാണ്ട് 29,573 കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. നവീനവും വികസിതവുമായ റോഡ് ശൃംഖലയാണ് കേരളത്തിനുള്ളത്. രാജ്യത്തെ മൊത്തം റോഡിൻ്റെ 3.7% കേരളത്തിൻ്റെ സംഭാവനയാണ്. മൊത്തം വാഹന ഗതാഗതത്തിൻ്റെ 60% പൊതുമരാമത്ത് റോഡുകളാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ റോഡ് നിർമ്മാണത്തിലെ സർക്കാർ ചെലവ് ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും അതിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ചിലവുകൾ വർദ്ധിക്കുന്നത് എന്ന് നമുക്കറിയാം സാർ. നാഷണൽ ഹൈവേ 4 വരി പാതയാക്കുന്ന പ്രവർത്തനങ്ങൾ, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ, തീരദേശ ഹൈവേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് സാർ. സംസ്ഥാനത്തെ തീരദേശ മേഖലയെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുള്ള ഒന്നാണ് തീരദേശ ഹൈവേ. NH-66 അനുബന്ധമായി മാറുന്നതും വല്ലാർപാടം, കൊല്ലം, വിഴിഞ്ഞം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളെയും ചെറിയ തുറമുഖങ്ങളെയും ഹാർബറുകളെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാനത്ത് 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് സാർ. ഈ തീരദേശ ഹൈവേ എറണാകുളം ജില്ലയിലെത്തുമ്പോൾ ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊച്ചി അഴിമുഖത്ത് അത് മുറിഞ്ഞു പോകാതിരിക്കാൻ നടപടികൾ വേണം സാർ. KRFBയും അതുപോലെ PMU മുഖാന്തരം നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ എറണാകുളം ജില്ലയിൽ ആദ്യ റീച്ച് ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കുകയാണ് സാർ. രണ്ടാം റീച്ച് വൈപ്പിനിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ഫോർട്ട് കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നു. ഇവിടെ എലിവേറ്റഡ് ഹൈവേയോ ഭൂഗർഭ ടണലോ ഞാൻ തന്നെ ഈ സഭയിൽ ആവശ്യപ്പെടുകയുണ്ടായി, നിവേദനവും നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകുകയുണ്ടായി. എൻ്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ കേരയിൽ മുഖേന സാധ്യതാ പഠനം നടത്തുകയുണ്ടായി. സർക്കാരിനെ ഈ കാര്യത്തിൽ വകുപ്പിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് സാർ. 1,500 കോടിയിലധികം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ഭൂഗർഭ ടണൽ വലിയ ടൂറിസം സാധ്യതകൾക്ക് കൂടി വഴിവെക്കുന്ന നടപടിയായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം തേടിക്കൊണ്ടും അടുത്ത 2025-26 ബഡ്ജറ്റിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഭൂഗർഭ ടണൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. വൈപ്പിൻ മണ്ഡലവുമായി ബന്ധപ്പെടുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വകുപ്പിൻ്റെയും അടിയന്തര ശ്രദ്ധയിൽ വരേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. മുനമ്പം ഭാഗത്ത് നിലവിലുള്ള തടസ്സങ്ങൾ നീക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകേണ്ടതാണ്. വൈപ്പിൻ മണ്ഡലത്തിൽ പള്ളിപ്പുറം പഞ്ചായത്തിലെ കോൺവെന്റ് ബീച്ച് പാലം നിർമ്മാണം അത് കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിൻ്റെയും പര്യായമായി ഇന്ന് മാറിയിരിക്കുകയാണ് സാർ. GST ആരംഭിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ പ്രവൃത്തിയാണ്. കരാറുകാരൻ GST അടക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രതിസന്ധിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ പ്രവൃത്തി ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ് സാർ. ഈ കാര്യത്തിൽ അങ്ങ് ഇടപെടണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഴീക്കോട് മുനമ്പം പാലം പണിതീരുമ്പോഴും തീരദേശ റോഡ് വരുമ്പോഴും ട്രാഫിക് പ്രശ്നങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിൽ രൂക്ഷമാകും സാർ. ഇപ്പോൾ തന്നെ ഗോശ്രീ പാലം മതിയാകാത്ത സ്ഥിതിയാണുള്ളത്. ഭാവി കണ്ടുകൊണ്ട് ഗോശ്രീ പാലങ്ങൾക്ക് സമാന്തരമായി 2 പാലങ്ങൾ കൂടി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാൻ അങ്ങ് മുൻകൈയെടുക്കണം. ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ പുക്കാട് എന്ന പ്രദേശത്ത് നിന്നും ആരംഭിച്ച് കണ്ടെയ്നർ റോഡിലേക്കുള്ള പുതിയൊരു പാലം കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. വൈപ്പിൻ പള്ളിപ്പുറം റോഡിന് സമാന്തരമായി ഒരു കായലോര റോഡ് കൂടി നടപ്പാക്കേണ്ടതുണ്ട്. ഭാവിയിൽ വരാനിടയുള്ള ഗതാഗത കുരുക്കിനും അപകട സാധ്യതകൾക്കും പരിഹാരം കൂടി ആകുകയുള്ളൂ. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയും കരുതലും പ്രത്യേകമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ടൂറിസം രംഗത്ത് ബഹുമാന്യനായ മന്ത്രി ദീർഘവീക്ഷണത്തോടെ ഭാവന സമ്പന്നതയോടെ നടപ്പാക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ പിന്തുണയും അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ടൂറിസം രംഗത്ത് കേരളം ദേശീയ അന്തർദേശീയ തലത്തിൽ അവാർഡുകൾ നേടുന്നത് തുടരുകയാണ്. ടൂറിസം രംഗത്തെ സമഗ്ര വികസനത്തിനുള്ള
ഹാൾ ഓഫ് ഫെയിം അവാർഡ് 2023 നാഷണൽ ടൂറിസം അവാർഡ്സിൽ കേരളത്തിന് ലഭിച്ചു. ടൂറിസത്തിലും ഉത്തരവാദിത്വ ടൂറിസത്തിലും ഉന്നത നിലവാരമുള്ള ടൂറിസം കേന്ദ്രം എന്ന നിലയിലും അന്തർദേശീയ തലത്തിൽ തന്നെ സംസ്ഥാനം ഉന്നത സ്ഥാനത്ത് ഇന്ന് പരിഗണിക്കപ്പെടുന്നു. വിനോദസഞ്ചാരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഒരു സമൂഹത്തെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അനന്തമായ സാധ്യതകളാണ് കേരളത്തിന് തുറന്നു കിട്ടുന്നത്. വൈവിധ്യമാർന്ന വിനോദസഞ്ചാര ഉൽപ്പന്നങ്ങളും സംസ്കാര അനുഭവങ്ങളുള്ളതുമായ ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം, പാരിസ്ഥിതിക വൈവിധ്യം, മനോഹരമായ ഭൂപ്രദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കേരളത്തെ ടൂറിസം രംഗത്ത് മാർക്കറ്റ് ചെയ്യാൻ ഇനിയും കഴിയേണ്ടതുണ്ട് സാർ. KTMനെ പോലുള്ള സംഘടനകളുടെ സേവനങ്ങളെ ഞാൻ മറച്ചുവെക്കുന്നില്ല. ടൂറിസം രംഗത്ത് നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇനിയും കഴിയേണ്ടതുണ്ട്. ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കാൻ കഴിയണം സാർ. ഇതിനു മുമ്പ് നടന്ന സംഗമം വിസ്മരിക്കുന്നില്ല. കേരളത്തിന്റെ സാധ്യതകളും ഉപയോഗിക്കണം. ടൂറിസം രംഗത്ത് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാർ നിയന്ത്രണമുള്ള പ്രത്യേകമായ കമ്പനി രൂപീകരിക്കാനും സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു കൺസോർഷ്യം രൂപപ്പെടുത്താനും സാധിക്കുമോ എന്ന് ആലോചിക്കണം സാർ. എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലത്തിലെ മനോഹരമായ ബീച്ചുകളും കായലുകളും കടൽ തീരവും വിനോദസഞ്ചാര വ്യവസായത്തിന് പ്രയോജനപ്പെടുത്തുവാൻ അനന്തമായ സാധ്യതകളാണുള്ളത്. വിനോദസഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ലോൺലി പ്ലാനറ്റ് എന്ന ഗ്രന്ഥത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാളിതുവരെ പൂർണ്ണമായും ഇത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ആയിട്ടില്ല. എൻ്റെ മണ്ഡലമായ വൈപ്പിൻ മണ്ഡലത്തിൽ തന്നെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടും പൂർണ്ണമാകാത്ത എത്രയോ പദ്ധതികളാണ് സാർ. ബീച്ച് കോറിഡോർ പദ്ധതി എത്രയോ വർഷങ്ങളായി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, നടപ്പിലാക്കിയിട്ടില്ല. 3.5 കോടി രൂപയുടെ പദ്ധതിയാണ്. 8 കോടി രൂപയുടെ കടമക്കുടി ടൂറിസം പദ്ധതി ഗ്രാമീണം ടൂറിസം പദ്ധതിയാണ് സാർ. ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യം കുറെ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉണ്ടാകണം സാർ. ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി കുറെ കൂടി ഫലപ്രദമായി നടപ്പാക്കാനാകണം. പഞ്ചായത്തുകളുടെ വിഹിതം നൽകാനാകുന്നില്ല എങ്കിൽ ആ വിഹിതം കൂടി MLA-മാരുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കാൻ കഴിയും വിധം മാനദണ്ഡം പരിഷ്കരിക്കണം സാർ. മുസിരീസ് ഫണ്ട് വൈപ്പിൻ പ്രദേശത്തു കൂടി ഉപയോഗപ്പെടുത്താനാകണം. കൊച്ചി മുസിരീസ് ബിനാലെ ഈ വർഷവും നടക്കേണ്ടതുണ്ട്. അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതായി കണക്കാക്കുന്നു. കൊച്ചി മുസിരീസ് ബിനാല നടക്കുമെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ മാത്രം ഒതുക്കി നിർത്താതെ അത് വൈപ്പിലേക്ക് കൂടി ബിനാലയുടെ എക്സ്റ്റൻഷൻ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരുന്ന കൊച്ചിയിൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ കഴിയും വിധം ഒരു വാട്ടർ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുവാൻ ബഹുമാന്യനായ മന്ത്രി അങ്ങ് മുൻകൈയെടുക്കണമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ ആകർഷിക്കാനും നമുക്ക് കേരളത്തെ മാർക്കറ്റ് ചെയ്യാൻ കഴിയത്തക്ക തരത്തിൽ ഒരു ഡിസൈൻ ഹബ്ബായി കൊച്ചിയെ മാറ്റാൻ വേണ്ടി എല്ലാ രംഗങ്ങളിലും ടൂറിസമാകാം, വീട് നിർമ്മാണമാകാം, ആഭരണങ്ങളാകാം, വസ്ത്രങ്ങളാകാം, ആ നിലയിൽ ഒരു ഡിസൈൻ ഹബ്ബായി കൊച്ചിയെ പരിവർത്തനപ്പെടുത്താൻ കൂടി മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷ്യഭദ്രതയിൽ നിന്നും പോഷക ഭദ്രതയിലേക്ക് നമ്മുടെ കേരളത്തെ നയിക്കുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രിയെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ 3 ധനാഭ്യർത്ഥനകളെയും പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.